ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു MS സൊല്യൂഷൻ. അപ്പൊ മക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റ് നേരെ വന്നതായിരിക്കും അല്ലെ. അപ്പൊ ഇന്ന് എല്ലാവരും ബയോളജി എക്സാം എഴുതാനായിട്ട് പോവാണ്. സോ ആ ഒരു ബയോളജി എക്സാം ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്നലെ കറക്റ്റ് രാത്രി വരെ, അതായത് നമ്മുടെ ലൈവ് എൻഡ് ചെയ്യുന്നവരെ നമ്മുടെ കൂടെ നിന്നു. ഇന്നിതാ രാവിലെ വീണ്ടും നിങ്ങൾ എണീറ്റ് അടിപൊളിയായിട്ട് നമ്മുടെ ലൈവ് കാണാൻ വന്നിട്ടുണ്ട്. സോ ഭയങ്കര സന്തോഷമുണ്ട് മക്കളെ. അപ്പൊ നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇന്നത്തെ എക്സാം എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് എന്റെ കുട്ടികൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ എക്സാം കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും മെസ്സേജ് ചെയ്യുക, കമന്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ്. രാവിലെ തന്നെ എല്ലാവരും ആ ഒരു ഉറക്കത്തിന്റെ ചടവൊക്കെ മാറ്റിയിട്ട് വേഗം തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നുകൂടെ ഒന്ന് നമ്മള് കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിതാ ഈ ഒരു മോർണിംഗ് ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ എന്റെ കുട്ടികൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരിക്കുക കേട്ടോ. കുറച്ച് ഉറക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് മുഖമൊക്കെ കഴുകി ഉഷാറായിട്ടിരിക്കാം. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. കണ്ടിന്യൂഡ് സെൽഫ് പോളിനേഷൻ റിസൾട്ട് ഇൻ inbreeding depression. So flowering plants have developed many devices to discourage self pollination. Write any other such devices. Self pollination prevent ചെയ്യാനുള്ള ഏതെങ്കിലും 3 മെത്തേഡ്സ് എഴുതാനാണ്. അതായത് ആക്ച്വലി ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇതിനെ തന്നെ എന്ത് പറയാ, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയാ. സോ 3 മെത്തേഡ്സ് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ എന്തൊക്കെ എഴുതാടാ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒന്ന് നമുക്ക് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എഴുതാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് മിസ് ആദ്യം പറയാം. പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പറയാം. അതേപോലെ ഡൈഷ്യസ് കണ്ടീഷൻ പറയാം. എന്ന് വെച്ചാല് മെയിൽ ഫ്ലവർ ഒരു പ്ലാന്റില്, ഫീമെയിൽ ഫ്ലവർ വേറൊരു പ്ലാന്റില്. അപ്പൊ ഡൈഷ്യസ് കണ്ടീഷൻ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ ആന്തറിന്റെ സ്റ്റിഗ്മേന്റെയും പൊസിഷൻ ഡിഫറെന്റ് ആകാം അല്ലെ. ആന്തർ ആൻഡ് സ്റ്റിഗ്മേന്റെ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എഴുതാം. ഇതൊരു ജനറ്റിക് മെക്കാനിസം ആണ്. പോളൻ ട്യൂബിന്റെ ജെർമിനേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ജനറ്റിക് മെക്കാനിസം ആണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അത് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ ആന്തറിന്റെ മെച്ചുറേഷനും സ്റ്റിഗ്മേന്റെ റിസെപ്റ്റിവിറ്റിയും ഡിഫറെന്റ് ടൈമിൽ നടക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 3 നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി, ആന്തർ മെച്ചുറേഷൻ അല്ല സോറി, പോളൻ റിലീസും അതേപോലെ സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും ഡിഫറെന്റ് ടൈമിൽ നടക്കാം, നോട്ട് സിങ്ക്രണൈസ്ഡ്. അതേപോലെ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ട്. ആന്തറും സ്റ്റിഗ്മയും ഡിഫറെന്റ് പൊസിഷൻസിൽ പ്ലേസ് ചെയ്യാം. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് വേറെ വേറെ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് ഡൈഷ്യസ് കണ്ടീഷൻ വരാം. ഇതൊക്കെ നമുക്ക് സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്തിട്ട് ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതേ ചാപ്റ്ററിൽ അടുത്തൊരു നിങ്ങൾക്ക് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ് നമ്മളുടെ ഡൈക്കോട്ട് എംബ്രിയോ, ഡൈക്കോട്ട് സീഡ് എംബ്രിയോന്റെ ഡയഗ്രാം ആണ്. ഇതിൽ ഈ ഒരു പാർട്സ് ലേബൽ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ എ എന്ന് പറയുന്നത് പ്ലിമ്യൂൾ ആണ്. ഇടാ എ ഈസ് പ്ലിമ്യൂൾ. അതേപോലെ ബി എന്ന് പറയുന്നത് 2 എണ്ണം കാണിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് കോട്ട്ലിഡൻസ് ആണ്. സി എന്ന് പറയുന്നത് നമ്മളുടെ ഹൈപ്പോകോട്ടൈൽ ആണ്. സി എന്ന് പറയുന്നത് ഡി റാഡിക്കിൾ ആണ്. അതേപോലെ ഇ എന്ന് പറയുന്നത് റൂട്ട് ക്യാപ്പ് ആണ്. അപ്പൊ ഡൈക്കോട്ട് എംബ്രിയോന്റെ ഈ ഒരു പിക്ചർ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പ്ലിമ്യൂൾ ഉണ്ട്, ദെൻ 2 കോട്ട്ലിഡൻസ് ഉണ്ട്, അതിന്റെ താഴെയായിട്ട് ഹൈപ്പോകോട്ടൈൽ ഉണ്ട്, റാഡിക്കിൾ ഉണ്ട്, റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഇതിൽ പ്ലിമ്യൂൾ ആണ് വളർന്ന് ഷൂട്ട് ആയിട്ട് മാറുക, റാഡിക്കിൾ ആണ് വളർന്ന് റൂട്ട് ആയിട്ട് മാറുക. റെഡി, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇടാം, വിച്ച് എൻസൈംസ് ആർ നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്? മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്ന എൻസൈംസ് ഏതാണെന്ന്? അത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് അല്ലെ. അപ്പൊ മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസും മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്നത് ലിഗേസും ആണ്. ലൈഗേസ് എന്നാണ് ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ, ലൈഗേസ്. ഇനി നെയിം ആൻഡ് ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ. നിങ്ങൾക്ക് അറിയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറിന്റെ പേര് എഴുതാനാണ്. സോ അതേതാടാ നമ്മൾ പഠിച്ചത്? PBR 322 ആണ്. ആ ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറിന്റെ പേര് കറക്റ്റ് ആയിട്ട് എന്റെ കുട്ടികളെ നോട്ട് ചെയ്ത് വെക്കാം.
റെഡി? അപ്പൊ നമ്മുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഗിവ് നെയിം ഓഫ് സച്ച് ജെനറ്റിക്കലി മോഡിഫൈഡ് പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്പ്. ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്പിന്റെ പേര് എഴുതാനാണ്. സോ നമ്മൾ പഠിച്ച BT കോട്ടൺ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. വിച്ച് ജീൻ ഈസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷൻ? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജീൻ ഏതാടാ? ക്രൈജീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ജീൻ എവിടുന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതെന്നാണ്. ബാസില്ലസ് തുരിഞ്ചിയൻസിസ് എന്ന് പറയുന്ന നമ്മളുടെ പാവം ബാക്ടീരിയയിൽ നിന്നാണ് അല്ലെ. ബാസില്ലസ് തുരിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ്. അടുത്തത്, റൈറ്റ് അബൌട്ട് ഇറ്റ്സ് മോഡ് ഓഫ് ആക്ഷൻ. എങ്ങനെയാണ് ഈ ഒരു ജീൻ വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ബാക്ടീരിയല് ഈ ജീൻ എങ്ങനെയാണ് ഉള്ളത്? ബാക്ടീരിയല് ക്രൈജീൻ ഉണ്ടാക്കുന്ന ക്രൈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ ആയിട്ടാണ് ഉള്ളത്. ഈ ക്രൈജീനെ നമ്മൾ എടുത്തിട്ട് പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ പ്ലാന്റ്സിലും ഇത് എന്ത് ചെയ്യുന്നു? ക്രൈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു, അതായത് BT ടോക്സിൻ ഉണ്ടാക്കുന്നു. ഇൻസെക്ട് എപ്പോഴാണോ പ്ലാന്റിനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, ഇൻസെക്ട് പ്ലാന്റിനെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജീൻ ഇൻസെക്ടിന്റെ ഉള്ളിലെത്തുന്നു. ഇൻസെക്ടിന്റെ ഗട്ടിലുള്ള ആൽക്കലൈൻ pH വെച്ചിട്ട് ഇത് ആക്റ്റീവ് ആവുന്നു. ഇൻസെക്ടിന്റെ ഗട്ടിലുള്ള ആൽക്കലൈൻ pH വെച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നു? ആക്റ്റീവ് ആകുന്നു. അങ്ങനെ ഇത് എന്ത് ചെയ്യാണ്? ആക്റ്റീവ് ആയി കഴിഞ്ഞാല് ഇൻസെക്ടിന്റെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ നിറയെ തുളകൾ ഉണ്ടാക്കും. മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ എന്തുണ്ടാക്കും? നിറയെ പോസ് ക്രിയേറ്റ് ചെയ്യും, നിറയെ തുളകൾ ഉണ്ടാക്കും. എന്നിട്ട് അതുവഴി സെൽ എന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യും. സെൽ ഇങ്ങനെ വീർത്ത് വരും. അതേപോലെ സെൽ ഐസ്, സെല്ല് പൊട്ടും. അങ്ങനെ ലാസ്റ്റ് ഡെത്ത് ഓഫ് ദ ഓർഗാനിസം. നമ്മുടെ ഇൻസെക്ട് എന്ത് ചെയ്യും മക്കളെ? ചത്തുപോവാണ് ചെയ്യാം. അപ്പൊ മോഡ് ഓഫ് ആക്ഷനും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോടാ? ഒന്ന് പറഞ്ഞേ, എല്ലാവർക്കും ക്ലിയർ ആണോ എന്നുള്ള കാര്യം വേഗം ഒന്ന് പറഞ്ഞേ. യെസ്, റെഡി ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ക്രൈജീൻ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ ആണ്. ഇത് ഇൻസെക്ടിന്റെ ഗട്ടിൽ എത്തുന്ന സമയത്ത് ആൽക്കലൈൻ pH ആക്റ്റീവ് ആയിട്ട് മാറും. എന്നിട്ട് ഈ ഒരു ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ ബൈൻഡ് ചെയ്തിട്ട് അതിന് നിറയെ പോസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് സെല്ല് സ്വെല്ല് ചെയ്യും, സെല്ല് ലൈസസ് ചെയ്യും. ഇവൻച്വലി നമ്മുടെ ഇൻസെക്ട് ഡെത്ത് ആയി പോകും. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് ടൂൾസ് എഴുതാനാണ്. എനി 2 മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് RDNA ടെക്നോളജി എഴുതാം, PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എഴുതാം, എലൈസ അല്ലെങ്കിൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസ്സേ എഴുതാം. റെഡി? അടുത്തത് PCR-ന്റെ യൂസ് എഴുതാനാണ്. നമുക്കറിയാം HIV ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻസിലൊക്കെയുള്ള മ്യൂട്ടേഷൻസ് കണ്ടുപിടിക്കാനും അതേപോലെ അതർ ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാനും നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? PCR-നെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് വാട്ട് ഈസ് എ പ്രോബ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്ന സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ RNA ലാബിൾഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ. സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു DNA അല്ലെങ്കിൽ RNA അതിനെ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ വെച്ചിട്ട് ലാബൽ ചെയ്താൽ അതിനെയാണ് നമ്മൾ പ്രോബ് എന്ന് പറയാം. എലൈസയിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസ്സേ ആണ് അതിന്റെ ഫുൾ ഫോം. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ് അതിന്റെ പ്രിൻസിപ്പിൾ. റെഡി? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ GMOs ആൻഡ് RNA ഇന്റർഫറൻസ്. അപ്പൊ GMO എന്ന് വെച്ചാൽ എന്താ? ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണ്. ജനിതക ഘടനയിൽ ഓൾട്ടറേഷൻ നടത്തിയിട്ടുള്ള ഓർഗാനിസംസിനെയാണ് GMO എന്ന് വിളിക്കുന്നത്. അപ്പൊ GMO ആരൊക്കെ ആവാം? പ്ലാന്റ്സ് ആവാം, അതേപോലെ അനിമൽസ് ആവാം, ഫംഗസ് ആവാം, ബാക്ടീരിയ ആവാം, ആര് വേണമെങ്കിലും ആവാം. ഹൂസ് ജീൻസ് ഹാവ് ബീൻ ഓൾട്ടേർഡ് ബൈ മാനിപ്പുലേഷൻ. കൃത്രിമമായിട്ട് ഇവരുടെ ജനിതക ഘടനയിൽ നമ്മൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടാവണം. ഇനി അടുത്തത് RNA ഇന്റർഫറൻസ് ആണ്. RNA ഇന്റർഫറൻസ് വെച്ച് എന്താ? സൈലൻസിങ് ഓഫ് mRNA ഡ്യൂ ടു എ കോംപ്ലിമെന്ററി ഡബിൾ സ്ട്രാൻഡഡ് RNA. mRNA പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിൽ നിന്നും നമ്മൾ സൈലൻസ് ചെയ്യാണ്. എങ്ങനെ? ഒരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാക്കിയിട്ട്. റെഡി? അപ്പൊ GMOs എന്താണെന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. അതേപോലെ RNA ഇന്റർഫറൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. സെറ്റ് ആണോടാ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. RNA ഇന്റർഫറൻസിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ടൊബാക്കോ പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന മെലോഡോഗൈനെ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്ന നെമറ്റോഡിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് RNA ഇന്റർഫറൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ RDNA ടെക്നോളജിയിലെ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓർഡർ ആക്കാനാണ് പറഞ്ഞത്. അപ്പൊ റീകോബിനന്റ് DNA ഉണ്ടാക്കുന്ന സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? DNA ഐസൊലേറ്റ് ചെയ്യണം.
ഒന്നാമത്തത് ഐസൊലേഷൻ ഓഫ് DNA. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു DNA ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റണ്ടേ? രണ്ടാമത് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറ്റണം. എന്നിട്ട് ഈ ഫ്രാഗ്മെന്റ്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫ്രാഗ്മെന്റിനെ സെലക്ട് ചെയ്യണം. ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് DNA ഫ്രാഗ്മെന്റ്. നമുക്ക് ആവശ്യമുള്ള ലെങ്തിലുള്ള ഫ്രാഗ്മെന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന് എന്ത് ചെയ്യണടാ? ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ഇൻറ്റു വെക്ടർ. എന്നിട്ട് നമ്മളത് വെക്ടറിന്റെ പ്ലാസ്മിഡുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഹോസ്റ്റിലേക്ക് കൊടുക്കല്ലേ ചെയ്യുന്നത്. അഞ്ചാമതായിട്ട് ട്രാൻസ്ഫറിംഗ് ദ RDNA ഇൻറ്റു ഹോസ്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ആറാമതായിട്ട് ഈ ഹോസ്റ്റ് സെല്ലിനെ നമ്മൾ ലാർജ് സ്കെയിലിൽ കൾച്ചർ ചെയ്യുന്നു. റെഡി? ഐസൊലേഷൻ ഓഫ് DNA, ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA, ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് DNA ഫ്രാഗ്മെന്റ്, ligation of DNA fragment into a vector, transferring the RDNA into the host, അതേപോലെ culturing of host cell in large scale. ഇത്രയുമാണ് RDNA ടെക്നോളജിന്റെ സ്റ്റെപ്സ്. കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എന്റെ കുട്ടികൾ ആലോചിച്ച് വെക്കാം. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം ദ കോമൺലി യൂസ്ഡ് മാട്രിക്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാട്രിക്സ് ഏതാണെന്നാണ്. അതേതാണ്? അഗാരോസ് ജെല്ലാണ് ജെൽ ഇലക്ട്രോഫോറസിസിൽ യൂസ് ചെയ്യുന്നത്. ഹൗ ദ സെപ്പറേറ്റഡ് DNA is visualized എന്നാണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കാണാൻ വേണ്ടിയിട്ട് എന്താടാ ചെയ്യാ? എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിന് നമ്മൾ യൂസ് ചെയ്യാം, ഫോളോഡ് ബൈ UV ലൈറ്റ് എക്സ്പോഷർ. എന്നിട്ട് അതിനെ നമ്മൾ UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്യും. ആ ഒരു രീതിയിലാണ് DNA നമുക്ക് കാണാൻ പറ്റുക. DNA fragments of size 500 base pairs, 1600 base pairs and 2000 base pairs are separated by this process. Which fragment will migrate fast? Why? അപ്പൊ ഇതിലെ ഏത് ഫ്രാഗ്മെന്റ് ആയിരിക്കും പെട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്യാന്നാ ചോദിച്ചുള്ളത്. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം DNA ഫ്രാഗ്മെന്റിന് ഏതാണോ ഏറ്റവും ചെറുത് അതാണ് കൂടുതൽ ദൂരം മൈഗ്രേറ്റ് ചെയ്യുക. സോ ഇവിടെ 500 ബേസ് പെയർസ് ഉള്ളതിൽ ഏറ്റവും ചെറുത്. സോ ഇതായിരിക്കും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുക. കാരണം സ്മോളർ ആണ് ഫ്രാഗ്മെന്റ് എങ്കിൽ അത് എന്ത് ചെയ്യൂടാ? അത് വേഗം കുറെ ദൂരം അതിന് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ജെൽ ഇലക്ട്രോഫോറസിസിൽ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, മാട്രിക്സ് എന്താണെന്നുള്ള കാര്യമൊക്കെ. അടുത്തത് നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ മിസ്സിംഗ് ഫീച്ചർ ഓഫ് ക്ലോണിംഗ് വെക്ടർ. ഇവിടെ നമുക്ക് ക്ലോണിംഗ് വെക്ടറിന്റെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന്, റെക്കഗ്നേഷൻ സൈറ്റ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈം, അതായത് ക്ലോണിംഗ് സൈറ്റ്. രണ്ട്, സെലക്ടബിൾ മാർക്കർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഏതാടാ മിസ്സായി പോയത്? ക്ലോണിംഗ് വെക്ടറിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ? സോ ഏതാണ്? യെസ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ORI എന്ന് എഴുതാം. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ? റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതേപോലെ കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യുക. ഇത് രണ്ടുമാണ് ഡ്യൂട്ടീസ്. സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആഫ്റ്റർ സ്റ്റെയിനിങ്. അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റെയിൻ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അപ്പം എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്യും. അപ്പൊ നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ് ആയിട്ട് നമുക്ക് DNA കാണാൻ പറ്റും. എന്നിട്ട് ഇത് നമ്മുടെ ആ ഒരു അഗാരോസ് മീഡിയത്തിൽ നിന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എല്യൂഷൻ എന്ന് പറയും. അതും പഠിക്കണേ. ഇല്യൂഷൻ എന്താന്ന് പഠിക്കണം. അഗാരോസ് സെല്ലിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള DNA ഫ്രാഗ്മെന്റിനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് എടുക്കുന്ന പ്രോസസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Denaturation, annealing and extension are 3 steps of a process used of gene amplification. Name the process. അപ്പൊ ഏതിന്റെ 3 സ്റ്റെപ്പുകളാണ് denaturation, annealing and extension എന്നാണ് ചോദിച്ചത്. ഏതിന്റെയാടാ? PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ 3 സ്റ്റെപ്പാണ്. അടുത്തത്, നെയിം ദ ഓർഗാനിസം ഫ്രം വിച്ച് ദ DNA പോളിമറൈസ് ഫോർ ദിസ് പ്രോസസ് ഈസ് എക്സ്ട്രാക്റ്റഡ്. അതായത് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള DNA പോളിമറൈസ് എൻസൈം എന്ന് വെച്ചാൽ ആക്ച്വലി ഏത് എൻസൈമാ? ടാഗ് പോളിമറൈസ് ആണ് എക്സാക്ട് നെയിം അല്ലെ. എൻസൈമിന്റെ കറക്റ്റ് നെയിം എന്താ? ടാഗ് പോളിമറൈസ് ആണ്. ഈ ടാഗ് പോളിമറൈസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ബാക്ടീരിയന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേതാ? തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ടാഗ് പോളിമറൈസ് എന്ന് പറയുന്ന PCR യൂസ് ചെയ്യുന്ന DNA പോളിമറൈസ് എൻസൈം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഈ എൻസൈമിന്റെ പ്രത്യേകത എന്താ? ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടാവും. റെഡി? അപ്പൊ ഈ ഒരു PCR ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകിൽ പിക്ചർ തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതേ രീതിയിൽ ചോദിക്കാം.
അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻസുലിൻ. ഇവിടെ നോക്കിയേ, ഐഡന്റിഫൈ 1 and 2. ഇതിൽ ഒന്നാമത്തെ എന്താടാ, എ ചെയിനും ബി ചെയിനും സി ചെയിനും ഒക്കെ ഉള്ളത് കൊണ്ട് ഒന്നാമത്തത് പ്രോ ഹോർമോൺ അല്ലെങ്കിൽ പ്രോ ഇൻസുലിൻ ആണ്. രണ്ടാമത്തെ എന്താ, സി ചെയിൻ റിമൂവ് ആയി, സോ ഇതെന്താണ്, മെച്വർ ഇൻസുലിൻ ആണ്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത്. അപ്പൊ പ്രോ ഇൻസുലിൻ ആണെങ്കിൽ നമുക്കറിയാം എ ബി സി എന്ന് പറയുന്ന 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് അതിലുണ്ടായിരിക്കും. അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സി ചെയിനും കൂടെ, നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള സി ചെയിനും കൂടെ അതിലുണ്ടാവും. എന്നാൽ മെച്വർ ഇൻസുലിൻ ആവുന്ന സമയത്ത് എ ചെയിനും ബി ചെയിനുമാണ് ഉണ്ടാവുക. അത് ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് നമ്മളുടെ സി ചെയിൻ എന്ന് പറയുന്നത് റിമൂവ് ആയി പോയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഇൻസുലിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പിക്ചർ തന്നിട്ട് ചോദിക്കും. അതേപോലെ എലിലിലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. എങ്ങനെയാ, എ ചെയിനോടും ബി ചെയിനോടും സിമിലർ ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഉണ്ടാക്കി, എന്നിട്ട് ഈക്കോളൈ ബാക്ടീരിയയിലേക്ക് കൊടുത്തു, സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ചെയ്തു, ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു, ലബോറട്ടറി കണ്ടീഷനിൽ ഈ എ ചെയിനെയും ബി ചെയിനെയും ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച് ലിങ്ക് ചെയ്തു. ഇങ്ങനെയാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ എലിലിലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെടാ, നെയിം ദ ഫസ്റ്റ് ട്രാൻസിനിക് കൗ. ഏതാടാ ഫസ്റ്റ് ട്രാൻസിനിക് കൗ എന്ന് പറയുന്നത്? നമ്മളുടെ റോസി അല്ലേ, ക്യൂട്ട് ആയിട്ടുള്ള റോസി ആണ് അല്ലെ. നെയിം ദ പ്രോട്ടീൻ കണ്ടെയ്ൻഡ് ഇൻ ദ മിൽക്ക് ഓഫ് ഇറ്റ്. റോസിന്റെ പാലിലുള്ള പ്രോട്ടീൻ ഏതാ? നമ്മളുടെ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ ആണ്. ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ ആണ്. അതേപോലെ അടുത്തൊരു ബയോളജിക്കൽ പ്രോഡക്റ്റ് ആണ് ആൽഫ 1 ആന്റിട്രിപ്സിൻ. അത് എംഫിസിമ ട്രീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെനി ഡിസീസ് കുഡ് ബി ട്രീറ്റഡ് ബൈ ആൻ അഡ്വാൻസ് ടെക്നിക് കോൾഡ് ജീൻ തെറാപ്പി. വാട്ട് ഈസ് ജീൻ തെറാപ്പി? എന്താണ് ജീൻ തെറാപ്പി എന്നാണ്. അപ്പൊ ഒരു ജീൻ ഡിഫക്റ്റിന്റെ കറക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ചൈൽഡ് അല്ലെങ്കിൽ എംബ്രിയോ ആവുന്ന സമയത്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ജീൻ ഡിഫക്റ്റിനെ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ജീൻ തെറാപ്പി. എക്സ്പാൻഡ് ADA എന്നാണ് നെക്സ്റ്റ് ചോദിച്ചുള്ളത്. സോ ADA എല്ലാവർക്കും അറിയായിരിക്കല്ലോ, അഡിനാസിൻ ഡി അമിനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ADA. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള എൻസൈം ആണ്. അപ്പൊ ജീൻ തെറാപ്പി എന്താ? കറക്ഷൻ ഓഫ് എ ജീൻ ഡിഫക്ട് ദാറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ഇൻ എ ചൈൽഡ് ഓർ എംബ്രിയോ. അതേപോലെ ADA എന്ന് പറഞ്ഞ അഡിനാസിൻ ഡി അമിനേസ് ആണ്. അടുത്തത് ജീൻ തെറാപ്പി. ADA ഡെഫിഷ്യൻസിന്റെ ജീൻ തെറാപ്പിയിലുള്ള സ്റ്റെപ്പ് എഴുതാനാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ലിംഫോസൈറ്റിനെ ഐസൊലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനെ കൾച്ചർ ചെയ്യുന്നു. അതിലേക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള അഡിനാസിൻ ഡി അമിനേസിന്റെ കോംപ്ലിമെന്ററി DNA, cDNA എന്ന് വെച്ചാൽ കോംപ്ലിമെന്ററി DNA എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് പേഷ്യന്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ടു ദ പേഷ്യന്റ്. പക്ഷേ നമ്മളുടെ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ആയിട്ടുള്ള സെല്ലല്ല, മോർട്ടൽ ആണ്, മരിച്ചു പോകും, കുറച്ച് മാത്രമേ ആയുസുള്ളൂ. അപ്പൊ നമ്മളിത് പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്യണം. ഇഫ് നമുക്കൊരു പെർമനന്റ് ക്യൂർ ആണ് വേണ്ടതെങ്കിൽ നമ്മളിത് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ചെയ്യണം. അതായത് ബോൺ മാരോ സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത ജീന് ഏർലി എംബ്രിയോണിക് സ്റ്റേജിലുള്ള സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താലാണ് പെർമനന്റ് ക്യൂർ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മളുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞാൽ ബയോളജി കഴിയും. പിന്നെ നമുക്കുള്ളത് ഏതാടാ? നമ്മളുടെ സുവോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദാ നോക്കിക്കോ, വാട്ട് ഈസ് പ്രിഡേഷൻ എന്നാ ചോദിച്ചുള്ളത്. അപ്പൊ മക്കളെ, ഒരാൾക്ക് പോസിറ്റീവ് എഫക്റ്റും ഒരാൾക്ക് നെഗറ്റീവ് എഫക്റ്റും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രിഡേഷൻ എന്ന് പറയാ അല്ലെ. One organism kills and feed on another one. അതായത് ഒന്നൊന്നിനെ കൊന്നു തിന്നാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിഡേഷൻ എന്ന് പറയുന്നുണ്ടായിരിക്കുക. ഒരാൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും, അതായത് പ്രിഡേറ്റർക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. പക്ഷെ നമ്മുടെ പ്രേ സ്പീഷീസിന് എന്തായിരിക്കും? മരിക്കുന്ന ആൾക്കാരെ പ്രേ എന്നും കൊല്ലുന്ന ആൾക്കാരെ പ്രിഡേറ്റർ എന്ന് വിളിക്കാം. പ്രേ സ്പീഷീസിന് ഇത് എന്തായിരിക്കും? ഹാംഫുൾ എഫക്റ്റ് ആയിരിക്കും കോസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അടുത്തത് ഗിവ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിഡേറ്റേഴ്സ് എന്നാണ് ചോദിച്ചുള്ളത്. സോ പ്രിഡേറ്റേഴ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാ? സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതേപോലെ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് പറഞ്ഞാല് ഒരു പ്ലാന്റിനെ ഏതെങ്കിലും ഒരു പെസ്റ്റ് വന്ന് നശിപ്പിക്കുകയാണെങ്കിൽ ആ പെസ്റ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രിഡേറ്ററിനെ ഇറക്കും, അതിന്റെ നാച്ചുറൽ എനിമി ആയിട്ടുള്ള അതിനെ തിന്നുന്ന പ്രിഡേറ്ററിനെ ഇറക്കും. അതിനെയാണ് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. അതേപോലെ യൂസ്ഡ് ടു റെഗുലേറ്റ് പ്രേ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രിഡേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. എന്തൊക്കെയാണ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രേ പോപ്പുലേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രിഡേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, ഇത് എന്തായാലും എക്സാമിന് വരെ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പാരസൈറ്റ്സ് ഇവോൾവ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് ടു ലിവ് ഓൺ ഹോസ്റ്റ്, വാട്ട് ആർ ദേ? അതായത് ഹോസ്റ്റിന്റെ മേലെ ജീവിക്കാൻ വേണ്ടിയിട്ട് പാരസൈറ്റ്സ് പല സ്പെഷ്യൽ അഡാപ്റ്റേഷൻസും കാണിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്തൊക്കെ പറയാടാ നമുക്ക്? ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ. ഇവർക്ക് എന്തുണ്ടാവില്ല? അൺനെസസറി ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഒക്കെ എന്തായിട്ടുണ്ടാവും? നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതേപോലെ ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ടോ? വല്ലവനും ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാ. സോ ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ആൻഡ് ഹോസ്റ്റിന്റെ മേലെ ക്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് അഡസീവ് ഓർഗൻ അല്ലെങ്കിൽ സക്കേഴ്സ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. അഡസീവ് ഓർഗൻസ് അല്ലെങ്കിൽ സക്കേഴ്സ് ഒക്കെ ഇവർക്ക് പ്രസന്റ് ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നല്ല റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആയിരിക്കും. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയും ഇവർക്ക് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ ഉണ്ട്, ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ പ്രസൻസ് ഓഫ് അഡസീവ് ഓർഗൻ അല്ലെങ്കിൽ സക്കേഴ്സ് ഉണ്ട്, ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്ടോ പാരസൈറ്റ് ആൻഡ് എൻഡോ പാരസൈറ്റ് ആണ്. ഇപ്പൊ എക്ടോ പാരസൈറ്റ് എന്ന് വെച്ചാൽ എന്താടാ? പാരസൈറ്റ് live outside the body of host. ഹോസ്റ്റ് ബോഡിന്റെ ഔട്ട്സൈഡിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്ടോ പാരസൈറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ലൈസ് ഓൺ ഹ്യൂമൻ, നമ്മളുടെ തലയിലുള്ള പെയിന്. അതേപോലെ ടിക്സ് ഓൺ ഡോഗ്സ്, നമ്മുടെ പട്ടികളുടെ ഒക്കെ മേത്തുള്ള ചെള്ള്, അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി എൻഡോ പാരസൈറ്റ് എന്താന്ന് ചോദിച്ചാൽ, പാരസൈറ്റ്സ് ലിവ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഹോസ്റ്റ്. ഹോസ്റ്റിന്റെ ബോഡിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നതെങ്കിൽ അതാണ് എന്ത്? എൻഡോ പാരസൈറ്റ് എന്ന് പറയാ. ബോഡിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ലിവറിലാവാം, കിഡ്നിയിലാവാം, റെസ്പിറേറ്ററി പാസേജിലാവാം, ആർബിസിലാവാം. അപ്പൊ ഇതിൽ എന്തിലെങ്കിലും നമ്മുടെ ബോഡിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നതെങ്കിൽ അതിനെയാണ് എൻഡോ പാരസൈറ്റ് എന്ന് പറയാം. കിട്ടിയോ? ഓക്കെ ആണോടാ? സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. കുറച്ചെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. കോമ്പറ്റീഷൻ, പാരസിറ്റിസം, മൈക്കോറൈസെ, സ്പാരോ ഈറ്റിംഗ് സീഡ്, ഇത്രയും നമുക്ക് ഹിൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ മ്യൂച്വലിസം. മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ ഇതിൽ ഏതാന്ന് വേഗം പറഞ്ഞേ. കോമ്പറ്റീഷൻ ആണോ, പാരസിറ്റിസം ആണോ, മൈക്കോറൈസി ആണോ, സ്പാരോ ഈറ്റിംഗ് സീഡ് ആണോ? മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ബെനിഫിറ്റ് കിട്ടുന്ന പരിപാടിയാണ്. ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു പരിപാടിയാണ് അല്ലെ. അപ്പൊ മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ഏതാണ് ഇതില്? മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ് നമ്മളുടെ മൈക്കോറൈസ. അപ്പൊ എന്താണ് മൈക്കോറൈസ എന്ന് പറഞ്ഞാല്? ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിലുള്ള അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് പറയുന്നത് കേട്ടോ. ഫംഗസ് ആൻഡ് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സ് തമ്മിലുള്ള അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. അടുത്തത് അബിംഗ്ടൺ ടോർട്ടോയിസ് ആൻഡ് ഗോട്ട് ആണ് തന്നിട്ടുള്ളത്. അത് എന്തിന് എക്സാമ്പിൾ ആണ്? കോമ്പറ്റീഷൻ എക്സാമ്പിൾ അല്ലെ. നമ്മുടെ ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒക്കെ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ഇത് പഠിച്ചത്, ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ അബിംഗ്ടൺ ടോർട്ടോയിസ് ഇൻഫീരിയറും ഗോട്ട് സുപ്പീരിയറും ആയതുകൊണ്ട് ഗോട്ട് വിജയിച്ചു. അങ്ങനെ നമ്മുടെ ഗാലപ്പഗോസ് ഐലൻഡിൽ അബിംഗ്ടൺ ടോർട്ടോയിസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. റെഡി? അടുത്തത് കസ്ക്യൂട്ട ഓൺ ഹെഡ്ജ് പ്ലാന്റ് ആണ്. ഇത് എന്തിന് എക്സാമ്പിളാ? പാരസിറ്റിസത്തിന് എക്സാമ്പിൾ ആണ് കസ്ക്യൂട്ട ഓൺ ഹെഡ്ജ് പ്ലാന്റ് എന്ന് പറയുന്നത്. ദെൻ ചോദിച്ചിട്ടുള്ളത് പ്രിഡേഷൻ ആണ്. പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്പാരോ ഈറ്റിംഗ് സീഡ്. സീഡ്സ് കഴിക്കുന്ന സ്പാരോ എന്ന് പറയുന്നത് പ്രിഡേഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലെ ആയിരിക്കും ഇന്നത്തെ എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. റെഡി? ഈ ഒരു ചാപ്റ്ററിലെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. മ്യൂച്വലിസ് ഉണ്ട്, പ്രിഡേഷൻ ഉണ്ട്, കമൻസലിസ് ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. ഓർക്കിഡ് ഗ്രോയിങ് എ ട്രീ ട്രങ്ക്, ഇത് ഏതിലാ വരാ?
ഓർക്കിഡ് ഗ്രോയിങ് എ ട്രീ ട്രങ്ക് കമൻസലിസത്തിലല്ലേ വരിക. ഓർക്കിഡിന് ബെനിഫിഷ്യൽ എഫക്റ്റ് ആണ്, ട്രീക്ക് ആണെങ്കിൽ ഹാർംഫുൾ എഫക്റ്റും ഇല്ല ബെനിഫിഷ്യൽ എഫക്റ്റും ഇല്ല, പ്ലസ് ആൻഡ് സീറോ ആണ്. സോ കമൻസലിസം. അടുത്തത് പ്രിഡേഷൻ ആണ്. പ്രിഡേഷൻ എക്സാമ്പിൾ ഏതാണ് ഇവിടെ? ബയോളജിക്കൽ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. സോ പ്രിഡേഷൻ നമുക്ക് ബയോളജിക്കൽ കൺട്രോളിലേക്ക് കൊടുക്കാം, കാരണം പ്രിഡേറ്റേഴ്സിനെ ബയോളജിക്കൽ കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ഇതാ മൈക്കോറൈസ ഉണ്ട്. സോ മ്യൂച്വലിസം മൈക്കോറൈസ കൊടുത്തു. പിന്നെ ഉള്ളത് കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമ്മൾ കൊടുത്തു. അപ്പൊ മ്യൂച്വലിസം മൈക്കോറൈസ, പ്രിഡേഷൻ ആണെങ്കിൽ നമ്മൾ ഏതാ കൊടുത്തത്? ബയോളജിക്കൽ കൺട്രോള്, കമൻസലിസം ഓർക്കിഡും ട്രീ ട്രങ്കും, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. റെഡി. അതേപോലെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. എ ബി എന്ന് പറയുന്ന പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. സോ എ ഡി എൻ ബൈ ഡി ടി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡി എൻ ബൈ ഡി ടി സിക്വൽ ടു ആർ എൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു ജെ ഷേപ്ഡ് കർവ് ആണ്. സോ ഇത് ഏതായിരിക്കും? ജെ ഷേപ്ഡ് കർവ് ആണെങ്കിൽ ഇത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും അല്ലെ. ഇത് ഏതാണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഇനി അടുത്തത് ബി കൊടുത്തിട്ടുള്ളത് ഒരു സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ആണ്. ഇതേപോലെ ഒരു എസ് ഷേപ്പിലുള്ള കർവാണ്. ഡി എൻ ബൈ ഡി ടി സിക്കൽ ടു ആർ എൻ ഇൻറ്റു കെ മൈനസ് എൻ ബൈ കെ ആണ് ഇക്വേഷൻ തന്നിട്ടുള്ളത്. സോ ഇതെന്തായിരിക്കും? ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആയിരിക്കും. ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ് നമ്മളുടെ എന്ത് ബി എന്ന് പറയുന്നത്. അടുത്തത് എൻ ആർ കെ, ഇത് എന്തിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ. എൻ എന്ന് പറയുന്നത് ഒരിക്കലും നാറ്റാലിറ്റി അല്ല, അത് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. ഓക്കെ, എൻ എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്, നാറ്റാലിറ്റി അല്ല. റെഡി. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആർ അല്ലേ. ആർ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ് ആർ എന്ന് പറയുന്നത്. അതേപോലെ കെ എന്ന് പറഞ്ഞാൽ എന്താടാ? ക്യാരിയിങ് കപ്പാസിറ്റി ആണ് നമ്മളുടെ കെ. കെ ഈസ് ക്യാരിയിങ് കപ്പാസിറ്റി ആണ് കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നാറ്റാലിറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ഏതാ? അത് ബി ആണ്, കാരണം ബർത്ത് റേറ്റിന്റെ ആലോചിക്കാം. അതേപോലെ മോർട്ടാലിറ്റി ആണെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഡി ആണ് യൂസ് ചെയ്യുക, ഡെത്ത് റേറ്റ് ആലോചിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇൻ എ ഗിവൺ ഹാബിറ്റാറ്റ് ദ മാക്സിമം നമ്പർ പോസിബിൾ ഫോർ എ സ്പീഷീസ് ഡാഷ് ഓഫ് ദാറ്റ് സ്പീഷീസ് ഇൻ ദാറ്റ് ഹാബിറ്റാറ്റ്. ആ മാക്സിമം നമ്പറിനെ എന്താ നമ്മൾ വിളിക്കുക? ക്യാരിയിങ് കപ്പാസിറ്റി എന്നാണ് വിളിക്കുക. ക്യാരിയിങ് കപ്പാസിറ്റി എന്നാണ് വിളിക്കാം. അടുത്ത നോക്കിയേ, സി അനിമോൺ ആൻഡ് ക്ലോൺ ഫിഷ് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നാണ്? അത് കമൻസലിസം ആണ്. സി അനിമോണിന് ഹാർംഫുൾ എഫക്റ്റും ഇല്ല, അതേപോലെ ബെനിഫിഷ്യൽ എഫക്റ്റും ഇല്ല, പക്ഷെ ക്ലോൺ ഫിഷിന് ബെനിഫിഷ്യൽ എഫക്റ്റ് ആണ്. അതേപോലെ മാംഗോ ട്രീ ആൻഡ് ഓർക്കിഡ് ആണെങ്കിലും കമൻസലിസം ആണ്. മാംഗോ ട്രീക്ക് പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല, പക്ഷെ നമ്മുടെ ഓർക്കിഡിന് അറ്റാച്ച് ചെയ്ത് വളരാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കിട്ടി. സോ ഓർക്കിഡിന് പോസിറ്റീവ് എഫക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ട്സ് എഴുതാനാണ്. അപ്പൊ ഏതൊക്കെയാ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്? നിങ്ങൾക്ക് ബർത്ത് റേറ്റ് എഴുതാം. അപ്പൊ ഏതും എഴുതാം, ഡെത്ത് റേറ്റും എഴുതാം. അതേപോലെ സെക്സ് റേഷ്യോ എഴുതാം, ഏജ് ഡിസ്ട്രിബ്യൂഷൻ എഴുതാം, പോപ്പുലേഷൻ ഡെൻസിറ്റി എഴുതാം. ഇത്രയും നിങ്ങൾക്ക് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിൽ എഴുതാം. അടുത്തത് എയും ബിയും കണ്ടുപിടിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നാറ്റാലിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എ വരുന്നത്, സോ അത് മോർട്ടാലിറ്റി ആണ്. ഇനി ഇമിഗ്രേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബി വരുന്നത്, അത് എമിഗ്രേഷൻ ആണ്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നാറ്റാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ബർത്ത് റേറ്റ് ആണ്. നമ്പർ ഓഫ് ബർത്ത് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഇൻ എ പോപ്പുലേഷൻ. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് ആണ്. നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഇൻ എ പോപ്പുലേഷൻ. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണമാണ്. സോ അതെന്താടാ? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ് ദാറ്റ് ഹാവ് കം ഇൻ ടു ദ പോപ്പുലേഷൻ. എമിഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു പോപ്പുലേഷൻ ഒക്കെ ബായ് പറഞ്ഞ പോകുന്ന ആൾക്കാരുടെ, പിണങ്ങി പോകുന്ന ആൾക്കാരുടെ എണ്ണാണ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹൂസ് ലെഫ്റ്റ് പോപ്പുലേഷൻ അല്ലെ. പോപ്പുലേഷൻ ഹൂ ലെഫ്റ്റ് ദ ഹാബിറ്റാറ്റ്, എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകും, അതിനെയാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. സോ അത് കറക്റ്റ് ആയിട്ട് എന്റെ കുട്ടികൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതേപോലെ ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം കൂടെ പഠിച്ചു വെക്കുക. T+1 എന്ന് പറയുന്ന സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് ടി എന്ന് പറയുന്ന സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റിന്റെ കൂടെ നാറ്റാലിറ്റിയും എമിഗ്രേഷനും കൂട്ടാ, നാറ്റാലിറ്റിയും ഇമിഗ്രേഷനും കൂട്ടാ, മോർട്ടാലിറ്റിയും എമിഗ്രേഷനും കുറയ്ക്കുക. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ ഇക്വേഷൻ.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് മിസ് കുറച്ചുകൂടെ അധികം ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഏത് ടൈപ്പ് RNA മോളിക്യൂൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്? ഏത് ടൈപ്പ് ആടാ? ക്ലോവർ ലീഫ് സ്ട്രക്ചർ ഒക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇത് ഏത് ടൈപ്പ് RNA മോളിക്യൂളാ? tRNA മോളിക്യൂൾ ആണ് അല്ലെ. അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ടുള്ള tRNA ആണ് തന്നിട്ടുള്ളത്. റൈറ്റ് ദ ബേസ് സീക്വൻസ് കോംപ്ലിമെന്ററി ടു ആന്റി കോഡോൺ ലൂപ്പ്. ഇതിൽ ഏതാ ആന്റി കോഡോൺ ലൂപ്പ് എന്ന് പറയുന്നത്? ഇതാണ് നമ്മളുടെ ആന്റി കോഡോൺ ലൂപ്പ് എന്ന് പറയുന്നത്. ഇത് ആന്റി കോഡോൺ ലൂപ്പ് ആയിരിക്കും. ചിലപ്പോൾ അടയാളപ്പെടുത്താൻ വരും. അതേപോലെ ഈ 3' എൻഡിലുള്ളതായിരിക്കും അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡ്. ഇതെന്തായിരിക്കും? അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡ് ആയിരിക്കും ഈ ഒരു 3' എൻഡിൽ ഉണ്ടാവാം. നമ്മളോട് ചോദിച്ചത് ആന്റി കോഡോൺ ലൂപ്പിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസ് സീക്വൻസ് എഴുതാനാ. അപ്പൊ ആന്റി കോഡോൺ ലൂപ്പിൽ ഏതാണുള്ളത്? UCA അല്ലേ ഉള്ളത്. അപ്പൊ അതിന് കോംപ്ലിമെന്ററി ആന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? യുക്ക് പകരം A വരും, സിക്ക് പകരം G വരും, എക്ക് പകരം U വരും. അപ്പൊ ഏതായിരിക്കും? AGU ആയിരിക്കും. അത് അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നേരെ കോംപ്ലിമെന്ററി, ആന്റി കോഡോൺ ലൂപ്പിന് നേരെ കോംപ്ലിമെന്ററി ആയിരിക്കും mRNAയിലുള്ള സീക്വൻസ്. അപ്പൊ യുറാസിലിന് പകരം അഡിനിൻ വരും, സൈറ്റോസിന് പകരം ഗ്വാനിൻ വരും, അഡിനിന് പകരം യുറാസിൽ വരും. റെഡി? ഓക്കെ. അപ്പൊ ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ലാക്ക് ഓപ്രോൺ ഇൻ ഈക്കോളൈ. ലാക്ക് ഓപ്രോണിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. നെയിം ദ ഇൻഡ്യൂസർ. ഈ ലാക്ക് ഓപ്രോണിൽ ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാന്നാ ചോദിച്ചത്. ഇൻഡ്യൂസർ ആരാടാ? ലാക്ടോസ് അല്ലേ. അപ്പൊ ലാക്ടോസ് മീഡിയത്തിൽ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഒരു ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി അടുത്തത് ഓയും പിയും എന്താണ് ഇംപ്ലൈ ചെയ്യുന്നതെന്നാണ്. സോ ഓ നമുക്കറിയാം ഓപ്പറേറ്റർ ജീൻ ആണ്. അതേപോലെ പി എന്ന് പറയുന്നത് പ്രൊമോട്ടർ ജീൻ ആണ്. ഓപ്പറേറ്റർ ജീനും പ്രൊമോട്ടർ ജീനും ഇതിന്റെ മെക്കാനിസവും കൂടെ ആലോചിച്ച് വെക്കുക. ഇപ്പൊ പിപ്പോസിയ, പി എന്ന് പറയുന്നത് പ്രൊമോട്ടർ ആണ്, ഐ എന്ന് പറയുന്നത് റെഗുലേറ്ററി ജീൻ അല്ലെങ്കിൽ ഇൻഹിബിറ്ററി ജീൻ, പി പ്രൊമോട്ടർ ആണ്, ZYA എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ജീൻ ആണ്. ഇതിൽ Z എന്ന് പറയുന്ന ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. ബീറ്റാ ഗാലക്ടോസിഡേസ്. Y പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പെർമിയേസ്. A പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ് അസറ്റിലേസ്. ട്രാൻസ് അസറ്റിലേസ് എന്ന് പറയുന്നത് A ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇൻ യൂക്കാരിയോട്സ് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് സെവറൽ ലെവൽസ്. റൈറ്റ് ഡിഫറെന്റ് ലെവൽസ് അറ്റ് വിച്ച് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ്. അപ്പൊ ഇത് കുറച്ച് തവണയായിട്ട് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ ലെവലിലാണ് ജീൻ എക്സ്പ്രഷൻ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ജീൻ എക്സ്പ്രസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അത് പ്രോട്ടീൻ ഉണ്ടാക്കാന്ന. എല്ലാ സമയത്തും എല്ലാ പ്രോട്ടീനും വേണോ? വേണ്ട. അപ്പൊ പ്രോട്ടീൻ വേണ്ടാത്ത സമയത്ത് നമ്മൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ട്രാൻസ്ക്രിപ്ഷണൽ ലെവലില് റെഗുലേറ്റ് ചെയ്യാം. ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ എന്താ? DNA-യിൽ നിന്ന് mRNA ഉണ്ടാക്കുന്ന പ്രോസസ്സ് ബ്ലോക്ക് ചെയ്യാം. ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാം. രണ്ടാമത് നമുക്ക് ഇതിനെ പ്രോസസിംഗ് ലെവലിൽ റെഗുലേറ്റ് ചെയ്യാം. അതായത് യൂക്കാരിയോട്സിന്റെ കേസിലാണെങ്കിൽ ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA-ക്ക് സ്പ്ലൈസിംഗ് ഒക്കെ നടന്നിട്ടാണ് എന്ത് ചെയ്യുക? mRNA ആയിട്ട് മാറുക. ഇതവിടെ ബ്ലോക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രിവെന്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ലെവലിൽ ബ്ലോക്ക് ചെയ്യാം. അതായത് mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കാതിരിക്കാം. ഓക്കെ. അപ്പൊ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ നടത്താം, പ്രോസസിംഗ് ലെവലിൽ നടത്താം, അതേപോലെ ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം പ്രിവെന്റ് ചെയ്യാം. അതല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ ലെവലിൽ നടത്താം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് എക്സാമിന് ചോദിക്കൂ കേട്ടോ. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷനിലെ 3 സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് ഏതാടാ? ഇനീഷ്യേഷൻ. രണ്ടാമത്തെ ഏതാ? ഇലോങ്ങേഷൻ ആണ്. മൂന്നാമത്തെ എന്താ? ടെർമിനേഷൻ ആണ്. അപ്പൊ എന്താ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാല്? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസും റോ ഫാക്ടറും കൂടെ നമ്മളുടെ പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്താൽ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഇനീഷ്യേഷൻ. ദെൻ ഈ ഒരു RNA പോളിമറൈസ് എൻസൈം ഇങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് mRNA-ന്റെ ലെങ്ത് കൂടി വരും. അതാണ് ഇലോങ്ങേഷൻ. ലാസ്റ്റ് ടെർമിനൽ റീജിയനിൽ എത്തുന്ന സമയത്ത് റോ ഫാക്ടർ, മിസ് നേരത്തെ റോ ഫാക്ടർ എന്നാണോ പറഞ്ഞത്? RNA പോളിമറൈസും സിഗ്മ ഫാക്ടറും കൂടിയാണ് വരിക. RNA പോളിമറൈസ് എൻസൈമും സിഗ്മ ഫാക്ടറും കൂടെ വന്ന് ബൈൻഡ് ചെയ്താലാണ് ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നമ്മുടെ mRNA-ന്റെ ലെങ്ത് ഇങ്ങനെ കൂടി വരുന്ന ആ ഒരു പ്രോസസ് ആണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ടെർമിനേറ്ററിൽ RNA പോളിമറൈസിന്റെ കൂടെ റോ ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്ത് ടെർമിനേറ്ററിൽ അറ്റാച്ച് ചെയ്താൽ ഇത് സ്റ്റോപ്പ് ആകും. അതാണ് ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മിസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി.
റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. ജെനറ്റിക് കോഡിന്റെ ഒരു ഫീച്ചർ തന്നിട്ടുണ്ട്. റൈറ്റ് എനി അതർ 2 സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ്. അപ്പൊ ജെനറ്റിക് കോഡിന്റെ ഏതെങ്കിലും 2 സാലിയൻ ഫീച്ചേഴ്സ് എഴുതാനാണ്. അപ്പൊ നമുക്ക് പറയാം ജെനറ്റിക് കോഡ് എന്ന് പറയുന്നത് ട്രിപ്ലറ്റ് ആണ്. 61 അമിനോ ആസിഡിന് വേണ്ടി കോഡ് ചെയ്യുന്നു, 3 എന്താണ്? സ്റ്റോപ്പ് കോഡാണ്. അല്ലെങ്കിൽ പറയാം ജെനറ്റിക് കോഡോൺ എന്ന് പറയുന്നത് ഡീജനറേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ചില അമിനോ ആസിഡിനെ ഒന്നിലധികം കോഡോൺസ് കോഡ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് പറയാം AUGക്ക് ഡ്യുവൽ ഫംഗ്ഷൻ ഉണ്ട്. AUG എന്ന് പറയുന്നത് സ്റ്റാർട്ട് കോഡോൺ അല്ലെങ്കിൽ ഇനീഷ്യേറ്റർ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാം സ്റ്റോപ്പ് കോഡോൺ 3 UAA, UAG ആൻഡ് UGA. ഇതിൽ ഏത് ഫീച്ചേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നെയിം ദ ഇനീഷ്യേറ്റർ കോഡോൺ. ഏതാണ് നമ്മുടെ ഇനീഷ്യേറ്റർ കോഡോൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ? AUG ആണ്. നെയിം ദ അമിനോ ആസിഡ് ഇറ്റ് കോഡ്സ്. ഈ AUG കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിന്റെ പേരും കൂടെ പഠിച്ചു വെക്കുക. മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ് ഇത് കോഡ് ചെയ്യുന്നത്. റെഡി? അപ്പൊ കോഡോൺ ട്രിപ്ലറ്റ് ആണ്, അത് എഴുതാം. അല്ലെങ്കിൽ ഡീജനറേറ്റ് ആണെന്നുള്ള കാര്യം എഴുതാം. അല്ലെങ്കിൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ പറ്റുന്ന എഴുതാം. AUGക്ക് ഡ്യുവൽ ഫംഗ്ഷൻ ഉണ്ട്. മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. അതേപോലെ ഇനീഷ്യേറ്റർ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് എഴുതാം. പിന്നെ സ്റ്റോപ്പ് കോഡോൺ 3 UAA, UAG, UGA. ഇതിൽ എന്റെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇനി ലാസ്റ്റ് ഇനീഷ്യേറ്റർ കോഡോൺ ഏതാണെന്നാണ്. അത് AUG ആണ്. മെത്തിയോണിനെയാണ് കോഡ് ചെയ്യുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് യൂകാരിയോട്സ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് പ്രോകാരിയോട്സ്. എക്സ്പ്ലെയിൻ എനി 2 അഡീഷണൽ കോംപ്ലക്സിറ്റീസ് ഫൗണ്ട് ഇൻ ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് യൂകാരിയോട്സ്. എടാ, യൂകാരിയോട്സിന്റെ ട്രാൻസ്ക്രിപ്ഷനിൽ കാണുന്ന ഏതെങ്കിലും 2 അഡീഷണൽ കോംപ്ലക്സിറ്റീസ് എഴുതാനാണ്. അപ്പൊ ഒന്ന് നമുക്ക് എന്ത് എഴുതാം? അവർക്ക് 3 RNA പോളിമറൈസ് എൻസൈം ഉണ്ട്. 3 RNA പോളിമറൈസ് എൻസൈം ഉണ്ട്, അത് എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ ഹെട്രോജീനസ് ന്യൂക്ലിയർ RNAയില് എക്സോൺസും ഇൻട്രോൺസും ഉണ്ട്. ഇതില് ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് എക്സോൺസിനെ ജോയിൻ ചെയ്യിപ്പിക്കണം. ഇത് രണ്ടുമാണ് അഡീഷണൽ കോംപ്ലക്സിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, 3 RNA പോളിമറൈസ് ഉണ്ട്. അതേപോലെ HNRNAയില് എക്സോൺസും ഇൻട്രോൺസും ഉണ്ട്. അതിൽ ഇൻട്രോൺസ് നോൺ ഫങ്ഷണൽ ആണ്. അതുകൊണ്ട് ഇൻട്രോൺസ് റിമൂവ് ചെയ്തിട്ട് എക്സോൺസിനെ ജോയിൻ ചെയ്യിപ്പിക്കണം. ഈ 2 യൂകാരിയോട്സിന്റെ ട്രാൻസ്ക്രിപ്ഷനിൽ വരുന്ന അഡീഷണൽ കോംപ്ലക്സിറ്റീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ പ്രോസസ് ആണ്. ഇപ്പൊ സിഗ്മ ഫാക്ടറും റോ ഫാക്ടറും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാം. ട്രാൻസ്ക്രിപ്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. നെയിം ദ എൻസൈം ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാടാ? DNA ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള RNA പോളിമറൈസ് ആണ് അല്ലെ. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണ് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത്, എക്സ്പ്ലെയിൻ ദ 3 മേജർ സ്റ്റെപ്പ് ഇൻ ദിസ് പ്രോസസ്. ട്രാൻസ്ക്രിപ്ഷന്റെ 3 സ്റ്റെപ്പ് എഴുതാനാണ്. ഒന്ന് ഏതാടാ? ഇനീഷ്യേഷൻ ആണ്. 2 ഇലോങ്ങേഷൻ ആണ്. 3 ടെർമിനേഷൻ ആണ്. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ, ഇത് 3 നമ്മുടെ ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്പ്. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. അപ്പൊ ഈ പിക്ചർ കണ്ടാൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി കുറച്ചെണ്ണം എക്സ്പാൻഡ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. SNP എന്ന് പറഞ്ഞാൽ എന്താടാ? SNP സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ആണ്. SNP സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ആണ് SNP എന്ന് പറയുന്നത്. ബാക്ക് എന്ന് വെച്ചാൽ എന്താ? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ് ബാക്ക് എന്ന് പറയുന്നത്. യാക്ക് എന്ന് വെച്ചാൽ എന്താ? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ് യാക്ക് എന്ന് പറയുന്നത്. റെഡി? ഇതൊക്കെയാണോ? കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡിഫൈൻ മ്യൂട്ടേഷൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? DNA കേസിൽ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബേസ് പെയേഴ്സ് ഡിലീറ്റ് ആയി പോവോ, അല്ലെങ്കിൽ പുതുതായിട്ട് ആഡ് ആവോ, അല്ലെങ്കിൽ അതിലൊരു റീ അറേഞ്ച്മെന്റ് നടക്കുകയൊക്കെ ചെയ്യുന്നത് വഴി ഒരു ജീൻ ഡിലീറ്റ് ആയി പോവോ ആഡ് ആവോ ഒക്കെ ചെയ്യുന്ന ആ ഒരു മാറ്റത്തെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. Okay, deletion, insertion or rearrangement in a segment of DNA result in loss or gain of a gene. അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയാം. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് മ്യൂട്ടേഷൻ എന്നാണ്? അപ്പൊ ഒന്ന് പോയിന്റ് മ്യൂട്ടേഷനും 2 ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും ആണ്. ഇതിൽ എന്താടാ പോയിന്റ് മ്യൂട്ടേഷൻ? സിംഗിൾ ബേസ് പെയറിൽ, സിംഗിൾ നൈട്രജൻ ബേസിലാണ് മാറ്റം വന്നതെങ്കിൽ അതിനെയാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയാ. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ പോയിന്റ് മ്യൂട്ടേഷന് എക്സാമ്പിൾ ആണ്. ഇനി ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് വെച്ചാല് അതായത് 1 അല്ലെങ്കിൽ 2
ഒന്നോ രണ്ടോ നൈട്രജൻ ബേസ് ആഡ് ചെയ്യോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നൈട്രജൻ ബേസ് ഡിലീറ്റ് ആവോ ചെയ്യുന്നത് വഴി റീഡിംഗ് ഫ്രെയിം തന്നെ മാറുകയാണെങ്കിൽ അതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. 3 ആഡ് ആയാലും 3 ഡിലീറ്റ് ആയാലും പ്രശ്നമില്ല, ഒന്നോ രണ്ടോ അത് നോട്ട് ചെയ്യണം. റെഡി? അപ്പൊ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ സിംഗിൾ ബേസ് പെയറിലുള്ള മാറ്റമാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഇൻസേർഷൻ ഓർ ഡിലീഷൻ ഓഫ് 1 or 2 ബേസസ് ചേഞ്ചിങ് ദ റീഡിംഗ് ഫ്രെയിം. അതിനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കാം. അടുത്തത് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇടാ, ഹോമോലോഗസ് ഓർഗൻ ഡൈവേർജന്റ് എവല്യൂഷൻ ആണെങ്കിൽ അനലോഗസ് ഓർഗൻ എന്താണെന്നാ ചോദിച്ചത്. AC എന്നാണ് നമ്മൾ പഠിച്ചത്. അനലോഗസ് ഓർഗൻ ആണെങ്കിൽ ഏതായിരിക്കും? കൺവേർജന്റ് എവല്യൂഷൻ ആയിരിക്കും. ഇനി ഈ ഒരു ഹോമോലോഗസ് ഓർഗൻ ഡൈവേർജന്റ് എവല്യൂഷൻ ആണെന്ന് പഠിച്ചു. അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. 4 limbs ഓഫ് മാമൽസ്. 4 limbs ഓഫ് മാമൽസ് ഉണ്ട്. ഓക്കെ, 4 limbs ഓഫ് മാമൽസ് ഉണ്ട്. അതേപോലെ വേർട്ടിബ്രേറ്റ്സിന്റെ ഹാർട്ടും ബ്രെയിനും ഉണ്ട്. ഏസിന്റെ തണുപ്പടിച്ചിട്ടില്ലേ പല്ലിനൊരു പുളിപ്പ് വരിക. വേർട്ടിബ്രേറ്റ്സിന്റെ ഹാർട്ടും ബ്രെയിനും ഉണ്ട്. ഹാർട്ടും ബ്രെയിനും ഉണ്ട്. അതേപോലെ എന്തുണ്ടടാ നമ്മുടെ ഡൈവേർജന്റ് എവല്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗെയിൻ വില്ല ആൻഡ് കുക്കുർബിറ്റ. ബൊഗെയിൻ വില്ലിന്റെയും കുക്കുർബിറ്റേന്റെ തോൺസും ടെൻഡ്രിൽസും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഹോമോലോഗസ് ഓർഗൻ എക്സാമ്പിൾ ആണെന്ന് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് അനലോഗസ് ഓർഗൻ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ബേർഡ്സിന്റെയും ബട്ടർഫ്ലൈന്റെയും വിങ്സ്. ബേർഡ്സിന്റെയും ബട്ടർഫ്ലൈന്റെയും ഒക്കെ വിങ്സ് അനലോഗസ് ഓർഗൻ ആണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ. പെൻഗ്വിന്റെയും അതേപോലെ തന്നെ ഡോൾഫിന്റെയും ഫ്ലിപ്പേഴ്സും. ഇത് അനലോഗസ് ഓർഗൻ എക്സാമ്പിൾ ആണ്. ഒക്ടോപ്പസിന്റെയും മാമൽസിന്റെയും ഐ, കണ്ണ്. ഇത് അനലോഗസ് ഓർഗൻ എക്സാമ്പിൾ ആണ്. സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ, ഇതും നമ്മുടെ അനലോഗസ് ഓർഗൻ എക്സാമ്പിൾ ആണ്. അപ്പം അനലോഗസ് ഓർഗൻ ആണെങ്കിൽ കൺവേർജന്റ് എവല്യൂഷൻ ആയിരിക്കും. ഹോമോലോഗസ് ഓർഗൻ ആണെങ്കിൽ ഡൈവേർജന്റ് എവല്യൂഷൻ ആയിരിക്കും. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നേച്ചുറൽ സെലക്ഷൻ ആരാടാ? ചാൾസ് ഡാർവിൻ ആണ്. യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി ആണെങ്കിൽ അത് ലാമാർക്ക് ആണ്. അനലോഗസ് സ്ട്രക്ചർ ആണെങ്കിൽ കൺവേർജന്റ് എവല്യൂഷൻ ആണ്. ജീൻ ഫ്ലോ ബൈ ചാൻസ് ആണെങ്കിൽ ജെനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടിട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഗ്യാസസ് വർ യൂസ്ഡ് ഇൻ മില്ലേഴ്സ് എക്സ്പെരിമെന്റ്. അപ്പൊ മില്ലറിന്റെ എക്സ്പെരിമെന്റിൽ ഏതൊക്കെ ഗ്യാസസ് ആണ് യൂസ് ചെയ്തത്? ഇതാണ് അല്ലെ. അതായത് ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ടുണ്ട്, മീഥൈൻ യൂസ് ചെയ്തു, അമോണിയ ആൻഡ് വാട്ടർ. ഇത്രയുമാണ് മില്ലറിന്റെ എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ബേർഡ് ആൻഡ് നെയിം ദ ഐലൻഡ്. ഏതാണ് ബേർഡ് എന്ന് പറയുന്നത്? ഡാർവിൻ ഫിഞ്ചസ് ആണ് അല്ലെ. ഡാർവിൻ ഫിഞ്ചസ് ആണ്. ഐലൻഡ് ഏതാ? ഗാലപ്പഗോസ് ഐലൻഡ് ആണ്. ഗാലപ്പഗോസ് ഐലൻഡ് ആണ്. നെക്സ്റ്റ് എന്താ ചോദിച്ചത്? വിച്ച് ഫെനോമിൻ, ഇതിന്റെ പിന്നിലുള്ള പ്രതിഭാസം ഏതെന്നാണ്. ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ്. അഡാപ്റ്റീവ് റേഡിയേഷന്റെ മറ്റ് 2 എക്സാമ്പിളും കൂടെ പഠിച്ചു വെക്കുക. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസും പ്ലാസന്റൽ മാമൽസും. ചിലപ്പോൾ ഇങ്ങനെ നടുവില് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് തന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എന്നിട്ട് ഇത് ഏതാണെന്നുള്ള രീതിയിലും ചോദിക്കും. ഇതും അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ്. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നുള്ള ഒരു ഡെഫിനിഷനും കൂടെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. എക്സാമിന് കയറുന്നതിന്റെ മുന്നേ അതൊന്ന് നിങ്ങൾ നോക്കി വെക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോർ എയ്പ് ലൈക്ക്. താഴെ തന്നിട്ടുള്ളതിൽ മോർ എയ്പ് ലൈക്ക് ആയിട്ടുള്ളത് ഏതാണെന്നാണ്. ഹോമോ ഹബിലിസ് ആണോ, ഡ്രയോപിത്തക്കസ് ആണോ, ഓസ്ട്രലോപിത്തക്കൈൻസ് ആണോ, ഹോമോ ഇറക്ടസ് ആണോ? ഇത് ഡ്രയോപിത്തക്കസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെൻഷൻ എനി 2 തിയറീസ് ദാറ്റ് എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് ലൈഫ്. ഒറിജിൻ ഓഫ് ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏതെങ്കിലും 2 തിയറിയാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ പറയാം? തിയറി ഓഫ് പാൻസ്പെർമിയ പറയാം. ഇതനുസരിച്ച് ഒരു സ്പോറിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ നിങ്ങൾക്ക് പറയാം. ഇതനുസരിച്ച് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള സ്ട്രോ, വൈക്കോല്, അതേപോലെ മഡ്, ചളി, ഇതിൽ നിന്നൊക്കെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? തിയറി ഓഫ് തിയറി ഓഫ് ബയോജെനസിസ് പറയാം. തിയറി ഓഫ് ബയോജെനസിസ് നമ്മുടെ ലൂയി പാസ്റ്റർ പറഞ്ഞിട്ടുള്ള തിയറി ഓഫ് ബയോജെനസിസ് പറയാം. അതായത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്നാണ് പുതിയ ലൈഫ് ഉണ്ടായിട്ടുള്ളത്. പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്നാണ് പുതിയ ലൈഫ് ഉണ്ടായിട്ടുള്ളത്. ലാസ്റ്റ് നിങ്ങൾക്ക് കെമിക്കൽ എവല്യൂഷൻ തിയറി പറയാം. അതായത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോൺ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂളിൽ നിന്നാണ് എന്തുണ്ടായത്? നമ്മളുടെ ലൈഫ് ഉണ്ടായത്. ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻ ആണ് പറഞ്ഞത്.
ഓക്കെ, അപ്പൊ പാൻസ്പെർമിയ ഏർലി ഗ്രീക്ക് തിങ്കേഴ്സ് സ്പോറിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. സ്പോണ്ടേനിയസ് ജനറേഷനിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള സ്ട്രോ അതേപോലെ മഡിൽ നിന്നാണ് ലൈഫ് ഉണ്ടായതെന്ന് പറഞ്ഞു. ബയോജനസിസിൽ പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് എന്നാണ് ലൈഫ് ഉണ്ടായതെന്ന് പറഞ്ഞു. കെമിക്കൽ എവല്യൂഷനിൽ പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിംഗ് ഓർഗാനിക് മോളിക്യൂൾ എന്നാണ് ലൈഫ് ഉണ്ടായതെന്ന് പറഞ്ഞു. ഇതോടെ നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സാഗ്രേറ്റഡ് റെസ്പോൺസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു സർട്ടൈൻ ആന്റിജൻസ് പ്രസന്റ് ഇൻ ദ എൻവയോൺമെന്റ്. അതായത് എൻവയോൺമെന്റിൽ പ്രസന്റ് ആയിട്ടുള്ള സർട്ടൈൻ ആന്റിജൻസിനെതിരെ ഉണ്ടാവുന്ന ഓവർ ആയിട്ടുള്ള എക്സാഗ്രേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിനെ നമ്മൾ എന്ത് പറയും എന്നാണ്. സോ എന്താടാ പറയാ? അലർജി എന്നാണ് പറയാ. അപ്പൊ അലർജിക്ക് കാരണമാകുന്ന ആന്റിബോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IgE ആണ് ആന്റിബോഡി എന്ന് പറയുന്നത്. അതേപോലെ അലർജി ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ അലർജിക്ക് കാരണമായിട്ടുള്ള 2 കെമിക്കൽസ് ഉണ്ട്. അത് ഏതാണെന്ന് പഠിച്ചു വെക്കണം. ഹിസ്റ്റമിനും സെറോട്ടോണിനുമാണ്. ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ ആണ് കെമിക്കൽസ് എന്ന് പറയുന്നത്. ഇനി അലർജി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് പഠിച്ചു വെക്കുക. ആന്റി ഹിസ്റ്റമിൻ സ്റ്റിറോയിഡ് പോലത്തെ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുക. റെഡി? ഓക്കെ ആണെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെൻ ബൈ വാക്സിൻ? എന്താണ് വാക്സിൻ എന്ന് പറഞ്ഞാല്? എന്താ വാക്സിൻ? ഡെഡ് അല്ലെങ്കിൽ വീക്കൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള പാത്തജൻ. ഇനാക്റ്റീവ് ആയിട്ടുള്ള പാത്തജൻ അല്ലെങ്കിൽ പാത്തജന്റെ ബോഡിയിലുള്ള ആ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ, ഇനാക്റ്റീവ് ആയിട്ടുള്ള പാത്തജനിക് പ്രോട്ടീൻ, ഇതിന്റെ പ്രിപ്പറേഷനെയാണ് നമ്മൾ വാക്സിൻ എന്ന് പറയാ അല്ലെ. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് ഡെഡ് ഓർ വീക്കൻഡ് ഓർ ഇനാക്റ്റീവ് പാത്തജൻ ഓർ പാത്തജനിക് പ്രോട്ടീൻ, ഇതിന്റെ പ്രിപ്പറേഷനെയാണ് വാക്സിൻ എന്ന് പറയാ. ആക്ച്വലി വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തിക്കയറ്റുന്നത് ഡെഡ് ആൻഡ് വീക്കൻഡ് ആയിട്ടുള്ള പാത്തജൻ അല്ലെങ്കിൽ അതിന്റെ പ്രോട്ടീനെയാണ്. റെഡി? ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാ ചോദിച്ചത്. വാക്സിനേഷന്റെ പ്രിൻസിപ്പിൾ എന്താണ്? മെമ്മറി ആണ്. കാരണം ഒരു തവണ വാക്സിനിലൂടെ നമ്മുടെ ബോഡിയിൽ ഈ പാത്തജൻ എത്തിയാൽ നമ്മുടെ ബോഡി അതിനെതിരെ ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യും. ദെൻ ആക്ച്വൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പാത്തജനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ റെസിസ്റ്റ് ചെയ്യാനും നമ്മുടെ ബോഡിക്ക് പറ്റും. അങ്ങനെ നമുക്ക് രോഗം വരാതെ രക്ഷപ്പെടും. ഇതാണ് മെമ്മറി ബേസ്ഡ് ആണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. റെഡി? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ന്യൂമോണിയ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണെങ്കിൽ ടൈഫോയിഡിന്റെ കോസേറ്റീവ് ഓർഗാനിസം ഏതാണെന്നാ ചോദിച്ചത്. ടൈഫോയിഡ് ഏതാണ് നമ്മൾ പഠിച്ചത്? സാൽമോണല്ല ടൈഫി ആണ് അല്ലെ. സാൽമോണല്ല ടൈഫി ആണ് ടൈഫോയിഡ് കോസ് ചെയ്യുന്നത്. ഇത് രണ്ടും ബാക്ടീരിയൽ ഡിസീസ് ആണ്. സിംറ്റംസും ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എറിത്രോക്സൈലം കൊക്ക കൊക്കെയിൻ ആണെങ്കിൽ പെപ്പേവർ സംനിഫറം എന്താണെന്നാണ്? ഒപ്പിയോയിഡ്സ് ആണ് കേട്ടോ. പെപ്പേവർ സംനിഫറത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഒപ്പിയോയിഡ്സ് ആണ്. ദെൻ കനാബിനോയിഡ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് കനാബിസ് സറ്റൈവ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കോസേറ്റീവ് ഓർഗാനിസം ഫോർ മലേറിയ ഡിസീസ്? മലേറിയ ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഓർഗാനിസം ഏതാണെന്നാണ്? അത് പ്ലാസ്മോഡിയം ആണ് കേട്ടോ. പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എഴുതാം. ഇനി നെയിം ദ 2 ഹോസ്റ്റ് റിക്വയർഡ് ഫോർ ദ മലേറിയൽ പാരസൈറ്റ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. മലേറിയൽ പാരസൈറ്റിന് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള 2 ഹോസ്റ്റിന്റെ പേര് എഴുതാനാണ്. ഒന്ന് നമ്മൾ മനുഷ്യന്മാർ അല്ലെ, ഹ്യൂമൻ ബീങ്സ്. ഒന്ന് നമ്മൾ മനുഷ്യന്മാരാണ്. ഒന്ന് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആൻഡ് ഹ്യൂമൻ ബീങ്സ് ആണ് 2 ഹോസ്റ്റ്. ഫീമെയിൽ എന്നത് സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ എഴുതണേ. റെഡി? അടുത്തത് ഡിസീസ്, കോസേറ്റീവ് ഓർഗാനിസം, ടൈപ്പ് ഓഫ് പാത്തജൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് ആരാടാ? സാൽമോണല്ല ടൈഫി ആണ്. ഇവൻ ആരാ? ബാക്ടീരിയ ആണ്. മലേറിയ ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ്. റിംഗ് വേം ഉണ്ടാക്കുന്നത് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ അല്ലെങ്കിൽ എപ്പിഡെർമോഫൈറ്റൻ. 3 ഫംഗസിന്റെ പേര് ഓർത്തിരിക്കാം. ഇത് 3ഉം എന്താണ്? ഫംഗസ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. ഇപ്പൊ ടൈഫോയിഡ്, സാൽമോണല്ല ടൈഫി, ബാക്ടീരിയ. മലേറിയ, പ്ലാസ്മോഡിയം, പ്രോട്ടോസോവ. റിംഗ് വേം, മൈക്രോസ്പോറം, ഫംഗസ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മെൻഷൻ എനി 4 മെഷേഴ്സ് ഹെൽപ്ഫുൾ ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് പ്രിവെന്റ് ചെയ്യാനുള്ള ഏതെങ്കിലും 4 എണ്ണം. അപ്പൊ ഇതിന്റെ 4 ഇൽ ഇഫക്ട്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് നമ്മൾ ഇന്നലെ രാത്രി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 4 പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആരെങ്കിലും നിങ്ങൾ ഇതിനെ പ്രഷർ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അഥവാ നമ്മൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, കൗൺസിലിംഗ് കൊടുക്കുക. പാരന്റ്സിന്റെ അടുത്തുനിന്നും പിയേഴ്സിന്റെ അടുത്തുനിന്നും ഹെൽപ്പ് സീക്ക് ചെയ്യുക. ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്. അതേപോലെ പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനൊക്കെ പോയി കണ്ടിട്ട് എടുക്കുക. അതേപോലെ ഡി അഡിക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാം.
റെഡി? ഇതിൽ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. 4 ഇൽ ഇഫക്ട്സും 4 പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സും നോക്കി വെക്കാം. ഇനി അടുത്തത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നും വേറെ എന്തായിട്ടാ തിരിച്ചിട്ടുള്ളത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ഏതാടാ? അക്വയേർഡ് ഇമ്മ്യൂണിറ്റി അല്ലേ? മനസ്സിലാവുന്നില്ലേടാ? അക്വയേർഡ് ഇമ്മ്യൂണിറ്റി ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് 4 ബാരിയേഴ്സ് ആണ്. ഫിസിക്കൽ ബാരിയർ ഉണ്ട്, ഫിസിക്കൽ കഴിഞ്ഞാല് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, പിന്നെ സെല്ലുലാർ ബാരിയേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞാല് സൈറ്റോകൈൻ ബാരിയേഴ്സ്. പിന്നെ നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതെന്തായിരിക്കും? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ CMI ആയിരിക്കും. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ CMI ആണ് ഇവിടെ വരുന്നുണ്ടായിരിക്കാം. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റൈറ്റ് ദ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് അമ്നിയോസെന്റസിസ്. അമ്നിയോസെന്റസിന്റെ യൂസും മിസ്യൂസും എഴുതണം. അപ്പൊ ഈ അമ്നിയോസെന്റസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രീ നാറ്റൽ ഡയഗ്നോസിസ് ആണ്. അപ്പൊ ഇതിന്റെ യൂസസ് എന്തൊക്കെയാ മക്കളെ? നമുക്ക് നമ്മുടെ ഫീറ്റസിന് അല്ലെങ്കിൽ നമ്മുടെ എംബ്രിയോക്ക് ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതേപോലെ ക്രോമസോമൽ അനോമാലിറ്റീസ് അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇനി അതല്ല ഫീറ്റസിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാം. ഇനി മിസ്യൂസ് എന്താ? നമുക്ക് ബേബിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാം അല്ലെ? സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നു ആൻഡ് എന്നിട്ട് ഫീമെയിൽ ആണെങ്കിൽ ഫീറ്റിസൈഡ് ചെയ്യും, ഫോളോഡ് ബൈ ഫീമെയിൽ ഫീറ്റിസൈഡ്. ഇതിപ്പോ അങ്ങനെ ഇല്ല, പക്ഷെ എന്നാലും നിങ്ങൾ ഇത് ആലോചിച്ച് വെക്കുക. സെക്സ് ഡിറ്റർമിനേഷൻ ഫോളോഡ് ബൈ ഫീമെയിൽ ഫീറ്റിസൈഡ്. സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നു എന്നിട്ട് ഫീറ്റിസൈഡ്, അതായത് ആ ഒരു ഫീറ്റസിനെ നമ്മൾ കൊല്ലുന്നു. റെഡി? പഠിച്ചു വെക്കണേ. സെറ്റ് ആണോടാ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്പാൻഷൻ നോക്കാണ്. IUD എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ് IUD. IUD എന്താ? ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ്. സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് സിഫ്റ്റ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാമേറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. MTP എന്ന് പറഞ്ഞാല് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ് MTP. അതേപോലെ ICSI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ആണ് ICSI എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ MTP എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം ഏറ്റവും സിമ്പിൾ അതാണ്. MTP ഇസ് ദ ഇന്റൻഷണൽ ടെർമിനേഷൻ ഓഫ് എ പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം, യൂഷ്വലി ത്രൂ മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡ്. അബോട്ട് ചെയ്യുക, അതിനെയാണ് MTP എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ് IUD. സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് സിഫ്റ്റ്. ഗ്യാമേറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് ഗിഫ്റ്റ്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ് MTP. ICSI എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബ്രാക്കറ്റിലെ പ്രൊജസ്ട്രോൺ മൾട്ടിലോഡ് 375 വോൾട്ട് പീരിയോഡിക് അബ്സ്റ്റിനൻസ് ട്യൂബക്ടമി ഒക്കെ തന്നിട്ടുണ്ട്. ബാരിയർ മെത്തേഡ് കോണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽസിന്റെ കേസിൽ വാൾസ് യൂസ് ചെയ്യാം. ദെൻ കോപ്പർ ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും അടുത്തത്? മൾട്ടിലോഡ് 375 എഴുതാം. നാച്ചുറൽ മെത്തേഡിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് ഉണ്ട്. അപ്പൊ അടുത്തത് ഏതായിരിക്കും? പീരിയോഡിക് അബ്സ്റ്റിനൻസ് ആണ്. ദെൻ വാസക്ടമി ഉണ്ട്. വാസക്ടമി കണ്ട കണ്ണുമുട്ടി എഴുതിക്കോ. അടുത്ത ഏതായിരിക്കും? ട്യൂബക്ടമി ആയിരിക്കും. ഇതേ രീതിയിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നിങ്ങൾ ചെയ്യാം. അടുത്തത് STDസിനെ കുറിച്ചാണ്. എക്സ്പാൻഡ് STD എന്നാണ് പറഞ്ഞത്. STD എന്ന് പറഞ്ഞാൽ എന്താടാ? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് അല്ലെ? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് STD എന്ന് പറയുന്നത്. റൈറ്റ് ദ നെയിംസ് ഓഫ് എനി ഫോർ STD. നിങ്ങൾക്ക് എയ്ഡ്സ് എഴുതാം, സിഫിലിസ് എഴുതാം, ഗൊണേറിയ എഴുതാം, ജനൈറ്റൽ ഹെർപ്പിസ് എഴുതാം. ഇനി ഈ STD പ്രിവെന്റ് ചെയ്യാനുള്ള ഏതെങ്കിലും 3 മെത്തേഡ്സ് എഴുതാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഓൾവേസ് യൂസിങ് കോണ്ടം. ഓൾവേസ് യൂസ് കോണ്ടംസ് ഡ്യൂറിങ് സെക്ഷൽ ഇന്റർകോഴ്സ്. സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കോണ്ടംസ് യൂസ് ചെയ്യാം. പിന്നെയോ അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ ഓർ അൺനോൺ പാർട്ട്ണർ. മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അൺനോൺ പാർട്ട്നേഴ്സുമായിട്ടുള്ള സെക്സ് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യാം. ഇനി അഥവാ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറിനെ എന്ത് ചെയ്യുക? കൺസൾട്ട് ചെയ്യുക. ഇത്രയുമാണ് ഇത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. യൂസിങ് കോണ്ടംസ് ഡ്യൂറിങ് സെക്ഷൽ ഇന്റർകോഴ്സ്, അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, കൺസൾട്ടിങ് എ ക്വാളിഫൈഡ് ഡോക്ടർ ഇഫ് ഇൻഫെക്റ്റഡ്. ഓക്കെ, അടുത്തത് ART എക്സ്പാൻഡ് ചെയ്യാനാണ്. നമുക്കറിയാം അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ആണ് അല്ലെ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആണ് ART എന്ന് പറയുന്നത്.
അടുത്തത് സജസ്റ്റ് ദ ART വിച്ച് മേ ബി സക്സസ്ഫുൾ ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻ. രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യാന്നാണ്. ഒന്ന്, ഇന്നബിലിറ്റി ഓഫ് ദ മെയിൽ പാർട്ട്ണർ ടു ഇൻസെമിനേറ്റ് ദ ഫീമെയിൽ. അതിനെ എന്താ വിളിക്കുക? സോറി, അത് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യാം അല്ലെ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നമുക്ക് ചെയ്യാം. അടുത്തത്, ഫീമെയിൽ കനോട്ട് പ്രൊഡ്യൂസ് ഓവം ബട്ട് ക്യാൻ പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ ഫെർട്ടിലൈസേഷൻ ഓർ ഫർദർ ഡെവലപ്മെന്റ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. രണ്ടാമത്തെ എന്ത് ചെയ്യാടാ? ഗ്യാമേറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം. റെഡി? അപ്പൊ ആദ്യത്തത് AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും പോയി എഴുതരുത്. എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ് കേട്ടോ. പിന്നെ ഗിഫ്റ്റ് ചെയ്യാം. അടുത്തത്, ഈ ഡയഗ്രാം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഏതാടാ? കോപ്പർട്ടി ആണ്. ഇത് എങ്ങനെ ആക്ട് ചെയ്യുന്നേ? നമ്മുടെ സ്പേംസിന്റെ മോട്ടിലിറ്റിനെ സപ്രസ് ചെയ്യും ഈ ഒരു കോപ്പർ അയോൺസ്. അതേപോലെ തന്നെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റിനെയും സപ്രസ് ചെയ്യും. ഓക്കെ, കോപ്പർ അയോൺ സപ്രസ് സ്പേം മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്. ഇനി നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ്. ഡൗൺ സിൻഡ്രോമിന്റെ ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് എഴുതാനാണ്. റൗണ്ട് ഹെഡ്, ഷോർട്ട് സ്റ്റാച്ചു, അതേപോലെ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, പാർഷ്യലി ഓപ്പൺഡ് മൗത്ത്, ഫറോഡ് ടങ്. ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺ സിൻഡ്രോമിന്റെ എന്തായിട്ട് എഴുതാം? സിംറ്റംസ് ആയിട്ട് എഴുതാം. ദെൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഹെട്രോഗ്യാമറ്റി എഴുതാനാണ്. എക്സാമ്പിൾ വിത്ത് എക്സാമ്പിൾ. മെയിൽ ഹെട്രോഗ്യാമറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്യാമേറ്റ്സ്, മെയിൽ ആൻഡ് ഡിഫറെന്റ് മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് മെയിൽ ഹെട്രോഗ്യാമറ്റി. ഗ്രാസ് ഓപ്പർ X0, ഫീമെയിൽ ആണെങ്കിൽ XY. അപ്പൊ നമ്മുടെ കേസിൽ ആക്ച്വലി ബേബിന്റെ സെക്സ് ഏതാണെന്ന് തീരുമാനിക്കുന്നത് മെയിൽ ആണ്. ഇനി ഫീമെയിൽ ഹെട്രോഗ്യാമറ്റി എന്ന് പറഞ്ഞാൽ ഫീമെയിൽസ് 2 ഡിഫറെന്റ് ടൈപ്സ് ഗ്യാമേറ്റ്സ് ഉണ്ടാക്കുന്നതാണ്. ഇതിന് എക്സാമ്പിൾ നമ്മുടെ ബേർഡ്സ് ആണ്. ZW. ഇത് റയർ ആയിട്ടുള്ള ഒരു കേസാണ്. അടുത്തത് നമ്മളുടെ TH മോർഗൻ അദ്ദേഹത്തിന്റെ ഡൈഹൈബ്രിഡ് ക്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോസോഫിലേനെ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്നാണ്. അപ്പൊ റിക്വയർ സിമ്പിൾ സിന്തറ്റിക് മീഡിയം, ഒരു സിമ്പിൾ സിന്തറ്റിക് മീഡിയം വേണമായിരുന്നു. അതേപോലെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ് ഇൻ 2 വീക്സ്. 2 വീക്സ് കൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുള്ളത് കൊണ്ടാണ് ഡ്രോസോഫിലേനെ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് ജെനറ്റിക് ഡിസോർഡേഴ്സ് തന്നിട്ടുണ്ട്. ഈ ജെനറ്റിക് ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഏത് ഹിൻസ് തന്നിട്ടുണ്ട് രോഗം കണ്ടുപിടിക്കാം. സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ദാറ്റ് അഫക്ട് ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അങ്ങനെയാണെങ്കിൽ അത് ഏതാടാ? ഹീമോഫീലിയ ആണ് അല്ലെ. സോ ഫസ്റ്റ് വൺ ഈസ് ഹീമോഫീലിയ. അടുത്തത്, ഡിസോർഡർ കോസ്ഡ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലൈൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. അങ്ങനെയാണെങ്കിൽ അത് ഏതാ? നമ്മളുടെ സിക്കിൾ സെൽ അനീമിയ ആണ്. ഇതൊരു പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ ആണ്, സിക്കിൾ സെൽ അനീമിയ. അടുത്തത്, ഇൻബോൺ എറർ മെക്കാനിസം ആൻഡ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ലാക്ക് ആൻ എൻസൈം ദാറ്റ് കൺവേർട്സ് ഫീനൈൽ അലാനിൻ ടു തൈറോസിൻ. അത് ഏതാ? ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്ന അസുഖമാണ്. ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്ന അസുഖമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ക്രോസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ടോളും ഡ്വാർഫും തമ്മിൽ ക്രോസ് ചെയ്തു. F1 ജനറേഷൻ ഉണ്ടായി. ദെൻ F2 ജനറേഷനിൽ 3:1 റേഷ്യോ കിട്ടി. ഇത് ഏതാടാ? മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് അല്ലെ. മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മോണോ ഹൈബ്രിഡ് ക്രോസുമായിട്ട് ബന്ധപ്പെട്ട ലോ ഏതാണെന്നാണ്? ലോ ഓഫ് സെഗ്രിഗേഷനും ലോ ഓഫ് ഡൊമിനൻസും നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഇൻ എ ഫീമെയിൽ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെനാർക്ക് എന്ന് വിളിക്കുക. മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവുന്നതിനെ നമ്മൾ മെനോപോസ് എന്ന് വിളിക്കും. ഇനി ഫസ്റ്റ് ഡേയ്സ് ഓഫ് ലാക്ടേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെ എന്ത് വിളിക്കുന്നതാണ്? അതാണ് നമ്മുടെ കൊളോസ്ട്രം എന്ന് പറയുന്നത്. റെഡി? അടുത്തത്, നമ്മുടെ സ്പേമിന്റെ ഹെഡിലുള്ള ക്യാപ് ലൈക്ക് സ്ട്രക്ചർ എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. അത് ഏതാടാ? എക്രോസോം ആണ്. അതിന്റെ ഫംഗ്ഷൻ എഴുതാനാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഓവത്തിന്റെ ഉള്ളിൽ പെനിട്രേറ്റ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ടാണ്. ഹെൽപ്സ് ടു പെനിട്രേറ്റ് സ്പേംസ് ഇൻ ടു ഓവം. അതാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കിയേ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് മന്ത് ഓഫ് പ്രഗ്നൻസിയും ഓരോ നടക്കുന്ന ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, 5th മന്ത്, 6th മന്ത്. എന്നിട്ട് ഈ ബി കോളത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഐലിഡ്സ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ഐലേഷസ് ആർ ഫോംഡ്. ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഫീറ്റസ് ഈസ് ഒബ്സർവ്ഡ്. ഹാർട്ട് സൗണ്ട് ഈസ് നോട്ടീസ്ഡ് ഡ്യൂറിംഗ് സ്റ്റെതസ്കോപ്പ്. ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഡെവലപ്ഡ് ഇൻ ഫീറ്റസ്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് മന്തിലാണ് ഹാർട്ട് സൗണ്ട് നോട്ടീസ് ചെയ്യുക. സെക്കൻഡ് മന്തിലാണ് ലിംസും ഡിജിറ്റ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. 5th മന്തിലാണ് ഫസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാവുക. ആൻഡ് 6th മന്തിലാണ് ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഐലാഷസ് ഒക്കെ ഫോം ചെയ്യുക.
ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യനും എന്റെ കുട്ടികൾ കറക്റ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സ്പെർമാറ്റോജെനസിസും ഊജെനസിസും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പെർമറ്റോഗോണിയിൽ നിന്ന് സ്പേംസ് പ്രൊഡ്യൂസ് ആവുന്നതാണ്. ഊജെനസിസ് എന്ന് പറഞ്ഞാൽ ഊഗോണിയിൽ നിന്ന് എഗ് പ്രൊഡ്യൂസ് ആവുന്നതാണ്. ടെസ്റ്റിസിലാണ് സ്പെർമാറ്റോജെനസിസ് നടക്കുന്നതെങ്കിൽ ഓവറിയിലാണ് ഊജെനസിസ് നടക്കുന്നത്. സ്പെർമാറ്റോജെനസിസ് ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. പക്ഷെ ഊജെനസിസ് എന്ന് പറയുന്നത് മെനോപോസോടെ പോസ് ആകും. ഇനി ഈക്വൽ ഡിവിഷൻ ആയിരിക്കും സ്പെർമാറ്റോജെനസിസ്, ഇവിടെ ആണെങ്കിൽ അൺഈക്വൽ ഡിവിഷൻ ആയിരിക്കും. ഇവിടെ മിയോട്ടിക് അറസ്റ്റ് ഉണ്ടാവില്ല, ഇവിടെ മിയോട്ടിക് അറസ്റ്റ് ഉണ്ടാകും. 4 ഹാപ്ലോയിഡ് സ്പേം ഉണ്ടാകും, ഒരൊറ്റ ഫംഗ്ഷണൽ ഓവ ഉണ്ടാവുള്ളൂ. അതേപോലെ സ്പെർമാറ്റോജെനസിസിൽ മോട്ടൈൽ ഗ്യാമേറ്റ്സ് ആയിരിക്കും, ഊജെനസിസിൽ നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ് ആയിരിക്കും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്നലെ പറഞ്ഞു തന്നിട്ടുള്ളതും പറഞ്ഞു തരാത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് മിസ് ചെയ്യാതെ മുഴുവനായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കാണാം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും മിസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലൈവും കൂടെ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സാം എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അതേപോലെ ഒരു കുഞ്ഞു കാര്യം മിസ് ഒന്ന് പറയാണ്, മക്കളെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി ഈ നമ്പർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. വെറും 2000 രൂപയാണ് ബാച്ച് ഫീ വരുന്നത്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ പറഞ്ഞുതരും, ക്വസ്റ്റ്യൻസ് MRQ, MUQ, MCQ, അതേപോലെ തന്നെ ഈസി, ഹാർഡ്, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരും. റെഡി? അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും പോയിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും വന്നിട്ടൊന്ന് പറയാട്ടോ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരുടെ കൂടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാം കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ, ലവ് യു ആൾ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് വരാട്ടോ.